സ്നേഹമുള്ളവരെ, ഇന്ന് നമുക്ക് ധ്യാനിക്കാനുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള ഭാഗമാണ്. ധനഹാകാലത്തിന്റെ 7-ാം ഞായറാഴ്ച സഭ ധ്യാനിക്കാൻ നൽകുന്ന സുവിശേഷ ഭാഗമാണിത്. ഈ ഭാഗത്തിന്റെ പ്രധാന പ്രമേയം ശതാധിപൻ ഈശോയുടെ അടുത്തു വന്ന് അദ്ദേഹത്തിന്റെ ഭൃത്യനെ സുഖപ്പെടുത്തണം എന്ന് അപേക്ഷിക്കുന്നതും ഈശോ വാക്കാൽ ആ ഭൃത്യനെ സുഖപ്പെടുത്തുന്നതുമായ രംഗമാണ്. ഈ ഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹ അവതരിപ്പിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ സംഭവത്തെക്കുറിച്ച് പൂർണ്ണമായ ചിത്രം നമുക്ക് ലഭിക്കണമെങ്കിൽ ഇതിനെക്കുറിച്ച് ലൂക്കാ സുവിശേഷകൻ പറയുന്ന 7-ാം അധ്യായത്തിലെ 1 മുതലുള്ള കാര്യങ്ങൾ കൊണ്ട് വായിക്കേണ്ടതുണ്ട്. മത്തായി ശ്ലീഹ ഇത് അവതരിപ്പിക്കുന്നത് ഈശോ മലയിലെ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ നടക്കുന്ന സംഭവമായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ലോകചരിത്രം കേട്ട ഏറ്റവും വലിയ ധാർമ്മിക പ്രബോധനം, ഇതിനപ്പുറത്തേക്ക് ഒരു ധാർമ്മിക പ്രബോധനമില്ല. അതുല്യമായ അനന്യമായ ധാർമ്മിക പ്രബോധനത്തിന് ശേഷം ഈശോ ഇറങ്ങി വരികയാണ്. മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ 2 സംഭവങ്ങൾ നടക്കുന്നു. സാർവത്രികമായ പുതിയ നിയമത്തിൻ്റെ ക്രിസ്ത്യാനിറ്റിയുടെ ആ സ്വഭാവം മലയിലെ പ്രസംഗത്തിലുണ്ട്. എല്ലാ ജനങ്ങളെയും ആശ്ലേഷിക്കുന്നതാണ് പുതിയ നിയമം. പഴയ നിയമത്തിൽ നിന്ന് അത് വ്യത്യസ്തമാകുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോൾ മത്തായി ശ്ലീഹ യഹൂദർക്ക് വേണ്ടിയാണ് സുവിശേഷം എഴുതിയെങ്കിലും വിജാതീയരുടെ അവരെ കൂടെ ചേർത്ത് പിടിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ യഹൂദർക്ക് ബോധ്യപ്പെടുത്താനും കൂടിയായിട്ടാണ് ഈ സംഭവങ്ങളെ വിവരിക്കുന്നത്. യഹൂദരുടെ ചിന്തപ്രകാരം രക്ഷ യഹൂദർക്ക് മാത്രമേ ഉള്ളൂ, വിജാതീയർ രക്ഷിക്കപ്പെടില്ല. അതുപോലെ പാപികളായിട്ടുള്ളവരാണ്, രോഗികളായിട്ടുള്ളവർ രക്ഷിക്കപ്പെടുകയല്ല. രോഗം പാപത്തിൻ്റെ ലക്ഷണമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളൊന്നും രക്ഷപ്പെടില്ല. അപ്പോഴാണ് പുതിയ നിയമം അവതരിപ്പിച്ചതിന് ശേഷം ഈശോ ഇറങ്ങി വരുന്നു. ഇറങ്ങി വരുമ്പോൾ നടക്കുന്ന 2 സംഭവങ്ങളും യഹൂദ ചിന്താഗതിക്കെതിരായിട്ടുള്ള സംഭവങ്ങളാണ്. ഒന്നാമത്തത്, പാപിയായ ഒരു മനുഷ്യൻ വരികയാണ് ഈശോയുടെ മുമ്പിൽ. അതായത് രോഗിയായ മനുഷ്യൻ. രോഗം പാപത്തിന്റെ ലക്ഷണമാണെന്ന് യഹൂദർ വ്യാഖ്യാനിച്ചിരുന്നു. അപ്പോൾ കുഷ്ഠരോഗിയായ മനുഷ്യൻ വന്നിട്ട് ഈശോയോട് പറയുന്നു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഈശോ പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. അതിനുശേഷമാണ് കഫർനാമിൽ വെച്ച് ഈ സംഭവം നടക്കുന്നത്. വിജാതീയനായ ശതാധിപനെത്തുകയാണ്. അപ്പോൾ ഇവിടെ 2ാമത്തെ കാര്യം ഇതാണ്. ഈശോ പറയുന്നു, ദൈവം തമ്പുരാൻ ദുഃഖിതരുടെയും പീഡിതരുടെയും ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നവനാണ്. ദൈവം നമ്മോടുകൂടെ എന്ന് പറയുന്ന യെശയ്യാ പ്രവാചകന്റെ പ്രവചനം അത് ഉദ്ധരിച്ച മത്തായി ശ്ലീഹ ഇതാ നമ്മോടുകൂടെ എത്തുന്ന ദൈവത്തെ അവതരിപ്പിക്കുകയാണ്. ഇപ്പൊ കുഷ്ഠരോഗിയുടെ കൂടെ, ഇതാ ശതാധിപന്റെ കൂടെ താഴേക്ക് ഇറങ്ങി വരുന്ന അവരുടെ കൂടെ നിൽക്കുന്ന ദൈവത്തെ മത്തായി ശ്ലീഹ അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത്, ഈശോ പറയുന്നത്, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. ശതാധിപനോട് പറയുന്നത്, ഞാൻ നിന്റെ കൂടെ വരാം എന്ന് പറയും. ഞാൻ വരാം, വീട്ടിലേക്ക് വരാം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ശതാധിപൻ അപ്പോൾ തടയുന്നുണ്ട്. ശതാധിപൻ പറയുന്നു, നീ എൻ്റെ വീട്ടിൽ വരാൻ എനിക്ക് യോഗ്യതയില്ല, വരണ്ട എന്ന് പറയുന്നു. ഈ ശതാധിപൻ ആരാണെന്ന് ചോദിച്ചാൽ 100 സൈനികരുടെ തലവനാണ്. അദ്ദേഹം കഫർനാമിൽ റോമാ സാമ്രാജ്യത്തിൻ്റെ പ്രതിനിധിയാണ്, വിജാതീയനാണ്. അന്തിപ്പാസിന്റെ കൂലിപ്പട്ടാളത്തിലെ ശതാധിപനാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. ഇത് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത് ലൂക്കാ സുവിശേഷം കൊണ്ട് ചേർത്ത് വയ്ക്കുമ്പോൾ അവിടെ ശതാധിപൻ നേരിട്ട് വരുന്നതായിട്ട് പറയുന്നില്ല, ഭൃത്യനെയാണ് ശതാധിപൻ അയക്കുന്നത്. എന്നിട്ട് ഭൃത്യനിലൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. അവിടെ പറയുന്ന ഇതാണ്, അവൻ നമുക്ക് വേണ്ടി ഒരു സിനഗോഗ് പണിയിച്ചു തന്നയാളാണ്. അപ്പോൾ വിജാതീയനായിട്ട് കൂടെ യഹൂദർക്ക് സിനഗോഗ് പണിയിച്ചു കൊടുത്ത ആളാണ്. ഈശോ ആ സിനഗോഗിൽ പല പ്രാവശ്യം പ്രസംഗിച്ചിരുന്നു. അതുകൊണ്ട് അവിടെ ശതാധിപൻ നേരെ വരാൻ അയോഗ്യനാണ് എന്ന് കരുതിയിട്ട് ഭൃത്യനെ വിളിക്കുന്നു. അവിടെ ശിഷ്യന്മാരുടെ ഒരു ശുപാർശ കൂടെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ശിഷ്യന്മാരും മറ്റ് യഹൂദരും കൂടിയാണ് പറയുന്നത്, നീ ഇനി ഇത് ചെയ്ത് കൊടുക്കാൻ അവൻ അർഹനാണ്, കാരണം അവൻ നമുക്കൊരു സിനഗോഗ് പണിയിച്ചു തന്നയാളാണ്. പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ സഭയുടെ
ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വിമർശിക്കുമ്പോൾ ഈ കാര്യം നമ്മുടെ ഓർമ്മയിൽ വരണം. നമ്മൾ ചിലപ്പോൾ സഭയ്ക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്ത ആളുകളുടെ കാര്യങ്ങളിൽ മെത്രാന്മാരും മറ്റുള്ളവരും ഒക്കെ പങ്കെടുക്കുമ്പോൾ അതിനെക്കുറിച്ച് വിമർശിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, ഇവിടെ ഈശോയുടെ പക്കൽ ശിഷ്യന്മാരിങ്ങനെ ഒരു ശുപാർശ പറഞ്ഞിട്ട് എന്നിട്ട് പറയുന്നു, അവൻ നമുക്ക് ഒരു സിനഗോഗ് പണിയിച്ചു തന്നതായ ആളാണ്, അതുകൊണ്ട് അവൻ്റെ കാര്യത്തിൽ അവൻ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്, നീ പോകണം എന്ന് പറയുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. ഇവിടെ ശതാധിപൻ പിന്നീട് എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയുന്നതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹത്തിന് അറിയാം, യഹൂദ ചിന്ത പ്രകാരം വിജാതീയരുടെ ഒരു ഭവനത്തിൽ ഒരു യഹൂദൻ പ്രവേശിച്ചാൽ ആ കാരണത്താൽ തന്നെ അവൻ യഹൂദ സമുദായത്തിന് പുറത്താവുകയാണ്, സ്വന്തമായിട്ട് പുറത്താകുന്നതിന് തുല്യമാണ്. അതുകൊണ്ടുകൂടി ആയിരിക്കാം ഈ വിജാതീയൻ ആയ ശതാധിപൻ അങ്ങനെ പറഞ്ഞ് എൻ്റെ ഭവനത്തിൽ വരേണ്ടതില്ല എന്ന് പറഞ്ഞത്. ഇനി വേറൊരു കാര്യം കൂടെ നമ്മളിവിടെ ശ്രദ്ധിക്കുക. ഈ ശതാധിപൻ പറയുന്നുണ്ട്, എൻ്റെ കീഴിലും പടയാളികളുണ്ട്, ഞാൻ വരിക എന്ന് പറഞ്ഞാൽ വരുന്നു, പോവുക എന്ന് പറഞ്ഞാൽ പോകുന്നു. അപ്പോൾ ഇവിടെ ആത്മീയതയുടെ ഒരു ഹയരാർക്കിയെക്കുറിച്ചുള്ള ഒരു ചിത്രം കൂടിയുണ്ട്. ആത്മീയതയുടെ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് അരൂപിയുടെ ഒരു ക്രമത്തിൻ്റെ, അധികാരത്തിൻ്റെ ഒരു ക്രമത്തിൻ്റെ ഒരു പ്രയോറിറ്റി, അതിൻ്റെ ഒരു ശൃംഖല, ഒരു പ്രോട്ടോകോൾ, അതെല്ലാം ഇവിടെ അവതരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിലപ്പോഴെങ്കിലുമൊക്കെ ഓർക്കുക, നമ്മൾ ഈ ഹോളി സ്പിരിറ്റിൻ്റെ, നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അല്ലെങ്കിൽ അധികാരം, ഇതൊക്കെ അത് സ്വർഗീയമായ രീതിയിൽ ഭൂമിയിലും അത് അവതരിപ്പിക്കുന്ന സഭയുടെ സംവിധാനങ്ങളിലൂടെ, മാർപ്പാപ്പ, കർദിനാളന്മാർ, മെത്രാന്മാർ, അങ്ങനെ വൈദികർ, അങ്ങനെ. പക്ഷെ ചിലപ്പോഴെങ്കിലുമൊക്കെ ഇത് തകിടം മറിക്കപ്പെടുന്നുണ്ട്. ചില പെർവേർട്ടഡായ അല്ലെങ്കിൽ ഒരു തരത്തിൽ നല്ല രീതിയിൽ പോകുന്ന എല്ലാ കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളും സഭയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നു. പക്ഷെ ചിലർ അങ്ങനെ പോകുമ്പോൾ ഈ മെത്രാൻ നിൽക്കുന്നു, ഇപ്പുറത്ത് പിന്നെ കുറേ ധ്യാനങ്ങളൊക്കെ നടത്തിയ ഒരു അൽമായൻ നിൽക്കുന്നു. ആളുകൾ ഈ അൽമായൻ കൈവയ്ക്കുകയാണ്. നോക്കുക പ്രിയപ്പെട്ടവരെ, ആ സഭയുടെ തന്നെയുള്ള ആ ആത്മീയ ക്രമത്തെ മുഴുവൻ തകിടം മറിക്കുകയാണ്, അതിൻ്റെ സംവിധാനങ്ങളെ തകിടം മറിച്ച് കളയുന്നു. അപ്പോൾ ഈ ആത്മീയതയ്ക്ക് ഒരു പ്രോട്ടോകോൾ, ഒരു പ്രയോറിറ്റി, അതെല്ലാം ഉണ്ട് എന്ന കാര്യം കൂടെ നമ്മൾ ഈ കാര്യത്തിലോട് ചേർന്ന് ഓർക്കേണ്ടതാണ്. നമുക്ക് പിന്നെ അവസാനം ഈശോ പറയുന്നുണ്ട്, ഈ ശതാധിപൻ്റെ വിശ്വാസം കണ്ടിട്ട് ഈശോ പറയുന്നുണ്ട്, രാജ്യത്തിൻ്റെ മക്കൾ പുറന്തള്ളപ്പെടുകയും, വീണ്ടും നിങ്ങളോട് പറയുന്നു, കിഴക്ക് നിന്നും പടിഞ്ഞാറും നിരവധി ആളുകൾ വന്ന് അബ്രാഹത്തിനും ഇസ്ഹാക്കോടും യാക്കോബിനോട് സ്വർഗരാജ്യത്തിൽ വിരുന്നിരിക്കും, രാജ്യത്തിൻ്റെ മക്കൾ പുറന്തള്ളപ്പെടുമെന്ന് പറയും. രാജ്യത്തിൻ്റെ മക്കൾ ആരാണ്? ശരിക്കും യഹൂദരാണ്. കിഴക്ക് നിന്നും പടിഞ്ഞാറ് എന്നുള്ളത് വിജാതീയരാണ്. അപ്പോൾ സുവിശേഷം വിജാതീയരിലേക്ക് പ്രസരിക്കുന്നതിൻ്റെ ഒരു പ്രവചനം കൂടെ ഇവിടെ നമ്മൾ കാണുകയാണ്. സുവിശേഷം കൂടുതലായിട്ട് വിജാതീയരിലേക്ക് എത്തും എന്നുള്ള ഒരു സൂചന കൂടെ ഇവിടെ നൽകുകയാണ്. അപ്പോൾ വിജാതീയരാണ് കൂടുതലായിട്ട് സുവിശേഷത്തെ സ്നേഹിച്ചത് എന്ന കാര്യം കൂടെ ഇവിടെ പറയുകയാണ്. ഇനി മുതൽ രക്ഷ പാരമ്പര്യത്തിലൂടെ മാത്രമല്ല എന്ന് പറഞ്ഞാൽ, യഹൂദർ അവകാശപ്പെട്ടിരുന്നു അബ്രാഹത്തിൻ്റെ ഇസ്ഹാക്കിൻ്റെ ഒക്കെ മക്കളാണ്, അതുകൊണ്ട് രക്ഷ, അത് മാത്രമല്ല, ഇനി രക്ഷ വിശ്വാസത്തിലൂടെയാണ് എന്ന് ഈശോ പറയുക കൂടിയാണ്. നമുക്കിതിൻ്റെ പ്രായോഗികതയിലേക്ക് വന്നാൽ ഒന്നാമത്തെ കാര്യം ഇതാണ്. ശതാധിപൻ പറയുന്ന കാര്യം, ശതാധിപൻ്റെ അയോഗ്യതകളെക്കുറിച്ച് പറയുകയാണ്. നമ്മൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അയോഗ്യതകളെക്കുറിച്ച്, നമ്മുടെ ഇല്ലായ്മകളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാർ, ആത്മീയമായ നമ്മുടെ ദാരിദ്ര്യങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാണോ? നമ്മൾ അത് ഏറ്റുപറയുന്നുണ്ടോ? അതോ ഈ ചുങ്കക്കാരനെ പോലെ ഞാൻ എല്ലാം ദൈവസന്നിധിയിൽ വലിയ കൃപ കണ്ടെത്തിയ ആളാണെന്നുള്ള ധാരണയിലാണോ നമ്മൾ നിൽക്കുന്നത്? രണ്ട്, ഈ നമ്മുടെ കൂടെയുള്ള ദരിദ്രരായവരും നിസ്സഹായരായവരിലേക്ക് നമ്മുടെ ശ്രദ്ധ ചെല്ലുന്നുണ്ടോ? ശതാധിപനെ പോലെ. ശതാധിപൻ ഭൃത്യനെ സ്വന്തം പുത്രനെ എന്ന പോലെയാണ്, അടിമയാണ് അയാളെന്ന് ഓർക്കുക, സ്വന്തം പുത്രനെ എന്ന പോലെയാണ് കരുതിയത്. അപ്പോൾ സുവിശേഷ ചൈതന്യം കൂടുതലായിട്ട് യഹൂദരേക്കാൾ കൂടുതൽ വിജാതീയരിലേക്കാണ് ഉള്ളത് എന്നുള്ളൊരു സൂചന കൂടിയുണ്ട്. അപ്പോൾ ആ തരത്തിൽ നമ്മൾ കാണുന്നുണ്ടോ? അതുപോലെ മൂന്നാമത്തത്, നമ്മൾ ഇങ്ങനെയുള്ള നിസ്സഹായാവസ്ഥകൾ വരുമ്പോൾ നമ്മൾ ആത്മീയമായ അധികാര സ്ഥാനങ്ങളിൽ
ഇത് കൊണ്ടുപോയി അവതരിപ്പിക്കുന്നുണ്ടോ? ഞാൻ ഓർക്കുന്ന വലിയ ദുഃഖത്തോടു കൂടി ഓർക്കുന്നത് ബ്രിജിൻ ജോസ് എന്ന് പറയുന്ന ഒരു എന്താണ് മാനസികമായിട്ട് ഇതായിട്ട് സാത്താൻ സേവയിലായിട്ട് സ്വന്തം അപ്പനെ വീട്ടിൽ വെച്ച് വെട്ടിക്കൊന്ന് തലയറുത്ത ഒരു ക്രിസ്ത്യാനിയെക്കുറിച്ച് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവം. അതിനുശേഷം ഈ ബ്രിജിൻ ജോസിൻ്റെ അമ്മ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ദുഃഖം കൊണ്ട് നമുക്ക് കരയാതിരിക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്താണ്, 7 വർഷമായിട്ട് ഞങ്ങളിത് അനുഭവിക്കണം. അപ്പനെ ചിലപ്പോൾ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഭിത്തിയോട് ചേർത്ത് നിർത്താറുണ്ടായിരുന്നു. ഞങ്ങൾ ഭയപ്പെട്ട് കാരാഗ്രഹത്തിൽ എന്ന പോലെയാണ്. നോക്കുക പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫാമിലിയാണ്, പുറത്ത് അവർ സന്തോഷത്തോടെ, പക്ഷേ വീടിനുള്ളിൽ നടന്ന ഈ ഒരു കാര്യവും അവരാരുടെ അടുത്തും പറഞ്ഞില്ല. അവർ പറഞ്ഞിരുന്നെങ്കിൽ ഈ അവസ്ഥയിൽ നിന്ന് അവർക്ക് മാറാമായിരുന്നു. ഒരു ആത്മീയ നേതൃത്വ സ്ഥാനത്തും അവരിവിടെ അവതരിപ്പിച്ചില്ല. നോക്കൂ, അപ്പോൾ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ ആത്മീയ സ്ഥലങ്ങളിൽ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ടോ? അടുത്തത് ഇതാണ്, നമ്മൾ ഈശോയിലുള്ള ആ മനുഷ്യൻ്റെ വിശ്വാസം നോക്കൂ, എത്ര ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസമാണ്. ഈശോയുടെ അധികാരത്തെ, ഈശോയുടെ അനന്യതയെ ഏറ്റുപറയുന്നതാണോ? വിജാതീയനാണ് ഏറ്റുപറയുന്നതെന്ന് ഓർക്കുക. സാത്താനിക ശക്തികളുടെ മേൽ അധികാരമുണ്ട് എന്ന ആ പൂർണ്ണ വിശ്വാസത്തിൽ നമ്മൾ ഏറ്റുപറയാം. ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു കത്തോലിക്ക യുവാവിൻ്റെ ഒരു ചെറിയ ഒരു കടയാണ്, ഒരു ഷോപ്പ്. അവിടെ കയറി ചെല്ലുമ്പോൾ എന്നെ കണ്ട കാഴ്ച എനിക്ക് നൊമ്പരപ്പെടുത്തി. കാരണം അവിടെ പല രൂപങ്ങൾ വെച്ചിരിക്കുന്നു, പല മതങ്ങളുടെ രൂപങ്ങൾ വെച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു വശത്ത് തിരുഹൃദയത്തിൻ്റെ രൂപം വെച്ചിരിക്കുകയാണ്. ഞാൻ പിന്നെ ചോദിച്ചു കഴിയാൻ പറയാണ്, ഇതൊരു ബിസിനസ് അല്ലേ അവിടെ? ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം നമ്മൾ ഒരു സ്ഥലത്തും നമ്മുടെ പൂർവികന്മാർ ആരും അത് ചെയ്തിട്ടില്ല. നമുക്ക് മതസാഹോദര്യം വേണം, ഇതെല്ലാം വേണം. പക്ഷേ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസങ്ങളെ ബലി കഴിച്ചുകൊണ്ടാണോ നമ്മൾ മതസ്വാതന്ത്ര്യവും മത സാഹോദര്യവും ഒക്കെ നമ്മൾ പ്രഘോഷിക്കേണ്ടത്? നോക്കൂ, ഹൈന്ദവർ പോലും മിശിഹായുടെ രൂപം അവർ പല മതങ്ങളുടെ ഒരുമിച്ച് വെക്കുമ്പോൾ പോലും മിശിഹായുടെ രൂപം അവർ വെക്കാറില്ല. അവർ വിശുദ്ധരുടെ രൂപങ്ങളെ വെക്കാറുള്ളൂ. അവർ നടുക്ക് ഗണപതിയുടെയോ പരമേശ്വരൻ്റെയോ രൂപം വെച്ചാലും അവർ മിശിഹായുടെ രൂപമല്ല. മിക്ക സ്ഥലങ്ങളിലും അവർ വിശുദ്ധരുടെ രൂപം സെബസ്ത്യാനോസിൻ്റെയോ ഗിയോർഗീസ് ഉണ്ണിയാളിൻ്റെയോ ഒക്കെയാണ് വെക്കുന്നത്. അവരുടെ ഉള്ളിൽ പോലും അവർക്ക് ബോധ്യമുണ്ട്. അപ്പോഴാണ് നമ്മൾ തിരുഹൃദയത്തിൻ്റെ രൂപം ഒരു വശത്ത് വെച്ചിട്ട് മറ്റ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നോക്കുക, എത്രയോ നമ്മൾ ആ തരത്തിൽ നമ്മൾ ഈശോയിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ? Subscribe now and press the bell icon. Never miss an update.